നമസ്കാരം. പഞ്ചാബിലെ ജലന്ധറിൽ ആം ആദ്മി പാർട്ടി നേതാവ് ലക്കി ഒബ്റോയിയെ അജ്ഞാതരായ ആക്രമികൾ വെടിവെച്ചു കൊലപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ 8:15 ജലന്ധറിലെ തിരക്കേറിയ മോഡൽ ടൗൺ മേഖലയിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. മോഡൽ ടൗണിലെ ഗുരുദ്വാരയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയതായിരുന്നു ലക്കി ഒബ്റോയ്. ഗുരുദ്വാരയ്ക്ക് പുറത്ത് തന്റെ കാർ പാർക്ക് ചെയ്യുന്നതിനിടെ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 അംഗ സംഘം ലക്കിക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. ലക്കി ഒബ്റോയിയുടെ ശരീരത്തിൽ 5 വെടിയുണ്ടകളാണ് തറച്ചുകയറിയത്. രക്തത്തിൽ കുളിച്ചു കിടന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആക്രമണത്തിന് ശേഷം പ്രതികൾ ബൈക്കിൽ അതിവേഗം രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊലപാതകികളെ കണ്ടെത്താനുള്ള ഊർജിതമായ തെരച്ചിൽ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഗുരുദ്വാരയ്ക്ക് പുറത്ത് ഒബ്റോയിക്ക് നേരെ പലതവണ വെടിയുതിർത്തു. കാറിലിരുന്ന ഒബ്റോയിയുടെ ശരീരത്തിൽ 5 ബുള്ളറ്റുകൾ തറച്ചുകയറി. ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ദാരുണമായ കാര്യം. കൊല്ലപ്പെട്ട ലക്കി ഒബ്റോയ് മേഖലയിലെ സജീവ ആം ആദ്മി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തിടെ നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ അതോ വ്യക്തിപരമായ കാരണങ്ങളാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആക്രമികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. സമീപകാലത്തായി പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന വെടിവെപ്പ് കേസുകൾ പോലീസിനും സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പഞ്ചാബ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ ഭരണത്തിൽ പഞ്ചാബിലെ ക്രമസമാധാന നില തകർന്നടിഞ്ഞുവെന്നാണ് ബജ്വയുടെ ആരോപണം. ഭരണകക്ഷിയുടെ നേതാക്കൾ പോലും സുരക്ഷിതരല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്ക് എന്ത് പ്രതീക്ഷയാണുള്ളതെന്നും ബജ്വ എക്സിൽ കുറിച്ചു. സംഭവത്തെ തുടർന്ന് BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനാവാല പഞ്ചാബിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നും പ്രതികരിച്ചു. ലക്കി ഒബ്റോയുടെ ഭാര്യ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വൈരാഗ്യമാണോ എന്നും സംശയമുണ്ട്. ഭരണകക്ഷി നേതാവിന്റെ കൊലപാതകം പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ്. പഞ്ചാബിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ ഭരണത്തിൽ ക്രമസമാധാന നില തകർന്നുവെന്ന് ആരോപിക്കുന്ന സമയത്ത് ഇത് വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നുവെന്ന് BJP ആരോപിക്കുന്ന ഘട്ടത്തിൽ അവർക്കും ഒരു രാഷ്ട്രീയ ആയുധമായി ഇത് മാറുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെ. സമീപകാലത്തായി പഞ്ചാബിൽ ഇത്തരം വെടിവെപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്നത് ഭഗവത് മാൻ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ ആധിപത്യവും രാഷ്ട്രീയ കൊലപാതകങ്ങളും സംസ്ഥാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നു. കൊലപാതകികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ഈ സംഭവം പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്കും തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമാകുമെന്ന് ഉറപ്പാണ്.